ഞാൻ ഇവിടെ വന്ന സമയത്ത് 1988 വന്നത്. ഞാൻ വന്ന ഒരു സാഹചര്യവും ഞങ്ങളുടെ നാട് എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളമാണ്. മലപ്പുറം ജില്ലയിലേക്ക് വന്നപ്പോൾ വളരെ വ്യത്യാസമുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇവിടെ വളരെ മാറ്റങ്ങളാണ് എനിക്ക് തോന്നിയത്. പുതുമകളും അത്ഭുതങ്ങളൊക്കെ നിറഞ്ഞ ഒരു ലോകമായിട്ട് എനിക്ക് തോന്നി. സ്കൂളിൽ വന്നപ്പോൾ സ്കൂൾ ഫുള്ള് മണലാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഞെട്ടൽ. പിന്നീട് ഞാൻ മനസ്സിലാക്കി ഈ പ്രദേശത്തുള്ള മറ്റു സ്കൂളുകളെ അപേക്ഷിച്ച് താരതമ്യേന നമ്മുടെ സ്കൂളാണ് മികച്ച സ്കൂളിൽ നിന്ന്. ഓല ഷെട്ടുള്ള സ്കൂളൊക്കെ ഉണ്ടായിരുന്നു അന്ന്. നമ്മളിങ്ങനെ കുനിഞ്ഞ് കിടക്കണം. അപ്പോൾ അതിനേക്കാൾ മെച്ചമായിരുന്നു നമ്മുടെ സ്കൂള്. 2ാം ക്ലാസ്സിലായിരുന്നു ഞാൻ ആദ്യം പഠിപ്പിച്ചിരുന്നത്. ആദ്യമായിട്ട് ക്ലാസ്സിൽ കയറി. അപ്പോൾ നോക്കുമ്പോൾ 62 കുട്ടികളാണ് അന്നുണ്ടായിരുന്നത്. പിന്നെ ഹോളിങ്ങനെ സെപ്പറേഷൻ ഒന്നുമില്ല, എല്ലാം ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. എല്ലാ ക്ലാസ്സിലുണ്ട് ആ ഒരു എണ്ണം കുട്ടികൾ. അത്രയധികം കുട്ടികളും ഒരു ഹോളും ഒന്നിച്ചങ്ങനെ. അപ്പോൾ ഒരു 30 കുട്ടികളിൽ കൂടുതലായി നമുക്ക് നന്നായിട്ട് പഠിപ്പിക്കാൻ കഴിയില്ല. അതാണ് എൻ്റെ സത്യാവസ്ഥ. പക്ഷെ അന്ന് ഇഷ്ടംപോലെ കുട്ടികളായിരുന്നു. അന്നത്തെ എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നിയത് ഈ കുട്ടികൾ ഇങ്ങനെ മുണ്ടെടുത്ത് വരണുണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികൾ കല്ലി കൊണ്ട് കൊടുക്കുന്നവരുണ്ടാവും, വെള്ളം കൊണ്ട് കൊടുക്കുന്നവരുണ്ടാവും. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് കല്യാണം കുറച്ച് കുട്ടിയുണ്ടായപ്പോൾ ഞങ്ങൾ വാങ്ങി അവരൊരു കള്ളി കൊണ്ട് അങ്ങനെ അതിൻ്റെ ഒരു കൗതുകം കൊണ്ട്. പിന്നെ ഒരു സ്ലേറ്റിന്റെ ഒരു കഷ്ണം ഉണ്ടാവുള്ളൂ. ഒരു ഫുൾ സ്ലേറ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു തൂക്കുപാത്രം. ഈ സ്ലേറ്റ് ഇങ്ങനെ പിടിക്കും, തൂക്കുപാത്രം ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിച്ചിട്ടാണ് വരുന്നത്. 10:30 ബെല്ലടിച്ചാൽ 11:30 വരെ കുട്ടികൾ വന്നുകൊണ്ടിരിക്കും. പിന്നെ ആദ്യം ചെയ്യണത് ഞങ്ങൾ പൊടി നനയ്ക്കാൻ. പൊടി നനച്ച് ഒതുക്കിയാലേ ക്ലാസ്സിലിരിക്കാൻ പറ്റുള്ളൂ. തൊട്ടടുത്തൊരു കുളം ഉണ്ടായിരുന്നു. ഇപ്പൊ ആ കുളം ഉള്ളത് നിങ്ങൾക്ക് ആർക്കും ചിലപ്പോൾ അറിയില്ല. കാരണം അതിന് കെട്ടി മറിച്ചുകൊണ്ട് എന്നാലും ഞങ്ങളുടെ PTA പ്രസിഡന്റ് അത്ഭുതപ്പെട്ടു. ഇതിന്റെ അപ്പുറം കുളമായിരുന്നു ചോദിച്ചിട്ട് അവർ അത്ഭുതപ്പെട്ടു. അവർ അറിഞ്ഞിട്ടില്ല. അപ്പൊ ആ കുളം തുറന്നെടുക്കായിരുന്നു. കുളത്തിൽ നിന്ന് വെള്ളം മുക്കി പൊടി നനച്ചിട്ടാണ് പിന്നെ പഠിപ്പിക്കൽ തുടങ്ങുക. ഈ അസംബ്ലിയിലൊക്കെ നിൽക്കുമ്പോൾ ഇവർ പിടിച്ചിട്ട് നിൽക്കോളി. പിന്നെ തൂക്കുപാത്രമൊക്കെ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ ഉണ്ട്. അതൊക്കെ വ്യത്യസ്തമായിട്ട് കാഴ്ചയായിരുന്നു. തൂക്കുപാത്രവും ഈ സ്റ്റേജ് പഠിച്ചിട്ടാണ് അസംബ്ലിയിൽ നിൽക്കുന്നത്. അത് കയ്യിൽ വെക്കുന്നില്ല അവര്. പിന്നെ ഉച്ചഭക്ഷണം എന്ന് പറഞ്ഞത് പയറും കഞ്ഞിയാണ്. പയർ വെറുതെ പുട്ട് വേവിക്കുന്ന പയറാണ്. പക്ഷെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇന്നലെ ഞാൻ ഇവിടെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ കണ്ടപ്പോൾ അവൻ തന്നെ പറയുന്നത് എന്തൊരു ടേസ്റ്റ് ആയിരുന്നു ആ പയറിന്. വെറുതെ പുട്ട് വേവിക്കുന്ന ഒരു പയർ. ആ കഞ്ഞി വിളമ്പി കഴിഞ്ഞാൽ പിന്നെ അത് കഞ്ഞി കുടിക്കാനുള്ള കഞ്ഞിപ്ലാവില തെരഞ്ഞു പോകും. അത് നമുക്ക് എവിടെ പോകണമെങ്കിൽ നമുക്ക് അങ്ങനെ നിബന്ധനകളൊന്നുമില്ല. അവിടെ പോകാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. പ്ലാവിന്റെ ചോട്ടിൽ തൊട്ടടുത്ത് തന്നെ പ്ലാവ് ഉണ്ടായിരുന്നു. പ്ലാവിന്റെ ചോട്ടിൽ പോയി കഞ്ഞിപ്ലാവില കുത്തി കഞ്ഞി കുടിച്ചു. അവർക്ക് ഇഷ്ടപ്പെട്ടൊക്കെ പോയെന്ന് കഞ്ഞി കുടിക്കാം. അതിനൊന്നും ഒരു നിയന്ത്രണമൊന്നുമില്ല. നമ്മൾക്കതിൽ പേടിയില്ല, രക്ഷിതാക്കൾക്കും പേടിയില്ല. അന്ന് കുളത്തിലിറങ്ങിയ ഇപ്പൊ ഞാൻ പറഞ്ഞ കുളത്തിലിറങ്ങിയിട്ടാണ് പാത്രം കഴുകുകയും ഒക്കെ ചെയ്യുന്നത്. അതിലൂടെ ഇറങ്ങി കൈ കഴുകുന്നു, പാത്രം കഴുകുന്നു. കമലേച്ചീനെ പാത്രം കൊണ്ടുവയ്ക്കാനും കഴുകാനും ഒക്കെ സഹായിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അവരൊക്കെ കുളത്തിറങ്ങി അതൊക്കെ ചെയ്യുന്നു. എന്നതൊക്കെ ആണെങ്കിൽ ആലോചിച്ച് നോക്കി ഒന്നും നടക്കില്ല. നമ്മൾ ഗേറ്റിന്റെ അപ്പുറത്തേക്ക് കടക്കാൻ കുട്ടികളെ സമ്മതിക്കില്ല. പിന്നീട് ക്രമേണ വന്ന മാറ്റങ്ങളാണ്. കുഞ്ഞുമുണ്ട് മാറി ട്രൗസറാക്കി, പാൻറ്റാക്കി. ഈ സ്ലേറ്റിന്റെ കഷ്ണമൊക്കെ ഫുൾ സ്ലേറ്റ് ആയി. അതിന്റെ കവറായി. ടെക്സ്റ്റൈൽസിന്റെ കവറുകളാണ് പിന്നീട് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ ബാഗായി. പിന്നെ ചുറ്റുപാത്രം സാധനങ്ങളൊക്കെ വയ്ക്കാൻ കിറ്റായി. പിന്നെ കുറെ കാലത്തിന് ശേഷമാണ് യൂണിഫോം വന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു ജനറൽ ബോഡിയെ കുറിച്ച് യൂണിഫോമിന്റെ കാര്യമൊക്കെ ചർച്ച ചെയ്ത് യൂണിഫോം തീരുമാനിച്ചൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ ആ യൂണിഫോം കൃത്യമായിട്ട് ധരിച്ചു വരാൻ ഒരുപാട് കാലതാമസം എടുത്തു. കൃത്യമായിട്ടും ധരിച്ചു വരുന്നില്ലായിരുന്നു. യൂണിഫോം കുറച്ച് പേരിടും, പിന്നെ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടും. അങ്ങനെ ആ ഒരു രീതിയിലായിരുന്നു. പഠനമാണെങ്കിലും രക്ഷിതാക്കളും ടീച്ചേഴ്സും തമ്മിൽ അത്ര ഒരു ബന്ധമൊന്നുമില്ല. ചേർത്ത് പോയാൽ പിന്നെ വല്ലാത്തൊന്നും ആരും കൊണ്ട് വരുന്നില്ലായിരുന്നു. ഇപ്പോൾ അത് ഗ്രൂപ്പ് വഴിയായി. കോവിഡിന് ശേഷം എന്ന് പറഞ്ഞാൽ വലിയൊരു മാറ്റമാണ്. കോവിഡിന് മുൻപ്, കോവിഡിന് ശേഷം, അങ്ങനെ 2 രീതിയിൽ തരംതിരിക്കാവുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഉച്ചഭക്ഷണമായാലും പയറും കഞ്ഞിയും മാറി പയറും ചോറുമായി. പിന്നീട് അത് 2012 മുതൽ വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണമായി മാറി. അതിൽ പ്രത്യേക മെനു തയ്യാറാക്കി പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ച് അങ്ങനെ വിപുലമായ ഭക്ഷണ സംവിധാനങ്ങളാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഇപ്പോൾ ഉള്ളത്. 2 ദിവസം പാല്, 1 ദിവസം മുട്ട. അങ്ങനെ ഈ 2012 മുതൽ ഉച്ചഭക്ഷണം തുടങ്ങിയ സമയത്ത് ഇവിടെ കറി ഉണ്ടാവില്ലോ. അന്ന് കൂടുതൽ സാമ്പാർ തന്നെ. തുടക്കം ഇപ്പൊ സാമ്പാർ തന്നെയാണ് അദ്ദേഹം വെച്ചിരുന്നത്. കുട്ടികൾ കറിയൊന്നും കഴിക്കില്ല. അപ്പൊ എന്താ വെച്ചാല് വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന നല്ല ഈ ചെറിയ ചെറിയ കറികളുണ്ട്. ഈ ഫ്രൈഡ് സാധനങ്ങൾ, ചേന വറുത്തത്, വഴുതനങ്ങ അതെല്ലാം വറുത്തതാണ്. ഈ ഫ്രൈ ആണ് അതെല്ലാം. പിന്നെ മുളേഷ്യ എന്നൊക്കെ പറഞ്ഞ ചമ്മന്തികൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ അത്തരം ഭക്ഷണശീലമാണ് കുട്ടികൾക്ക് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ നിങ്ങൾ ഉച്ചഭക്ഷണം വിളമ്പുന്ന സമയത്ത് വന്ന് നോക്കിയാൽ കുട്ടികൾ കറി കഴിക്കുന്നതാണ്. പാടത്ത് വെള്ളം കിടക്കില്ല, അമ്മാതിരി കറി വാങ്ങും. അപ്പൊ ഞങ്ങളത് ശീലിപ്പിച്ചു. കുട്ടികളെ നിർബന്ധമായി കഴിക്കണം എന്ന് പറഞ്ഞ് ശീലിപ്പിച്ചു. പയറ് ഉപ്പേരി ആയാലും
കാബേജ് ഉപ്പേരി ആയാലും എന്ത് കറിയായാലും വേണ്ട എന്ന് പറഞ്ഞാലും ഒരു ഇത്തിരി ഇത് കഴിച്ച് ഇത്തിരി കഴിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അതൊരു കഴിക്കും. അപ്പൊ കഴിച്ചു നോക്കുമ്പോൾ അവർക്ക് കുഴപ്പമില്ലാന്ന് തോന്നും. അപ്പൊ ഈ രക്ഷിതാക്കൾ പറയുന്നത് വീട്ടിൽ നിന്നും ഇങ്ങനെയൊന്നും കഴിക്കില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ കുട്ടികളെ നല്ല ഭക്ഷണം കഴിച്ച് ശീലിപ്പിക്കുക എന്നുള്ളതാണ്. എന്റെ സഹപ്രവർത്തകരുടെ ഉണ്ട്, സുധ ടീച്ചർ, ലീലാമ ടീച്ചർ ഒക്കെ പണ്ട് ഞങ്ങള് ഇവിടെ വരുന്ന സമയത്ത് മഴക്കാലമായാലും എല്ലാ വർഷവും വെള്ളം പോകും. ഇപ്പൊ കൗസല്യ ടീച്ചർ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി കുറുമ്പടി ഇറങ്ങി, ഇവിടെ വഴി ടാർ ചെയ്തിട്ടില്ല, കുറുമ്പടി ഇറങ്ങി ഇങ്ങോട്ട് നടക്കുക ചെയ്യാം. നല്ല അരയ്ക്കൊപ്പം ഒക്കെ വെള്ളം ഉണ്ടാവും. അപ്പൊ കൗസല്യ ടീച്ചറാവും മുന്നിലുണ്ടാവുക, വഴിയൊക്കെ കുത്തി എവിടെയാണ് കുഴി എന്നൊക്കെ നോക്കി ഒരാൾ ടീച്ചർ മുന്നിൽ വരും, ഞങ്ങൾ പിന്നാലെ വരും. അതൊക്കെ ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ഷെയർ ചെയ്തേ. പിന്നെ ചിരിച്ച് നല്ല മറിഞ്ഞൊക്കെ വന്ന് സ്കൂളിലെത്തുമ്പോഴേക്കും സ്കൂളിൽ നനഞ്ഞിരിക്കും. അന്നൊന്നും ഒരു പ്രശ്നമല്ല, അങ്ങനെയൊക്കെ ഒരു ജീവിതമായതുകൊണ്ട്. പിന്നെ യാത്ര ടീച്ചർ ഞാൻ വന്ന സമയത്ത് ഞാൻ പഠിച്ച സ്കൂളുകളിലൊന്നും ഈ അറബി പഠനമില്ല. അപ്പൊ എനിക്ക് അറബി പഠിക്കണം ഒരു ആഗ്രഹം തോന്നി. ഞാൻ ടീച്ചർ എനിക്ക് അറബി പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അലീഫ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പഠിച്ചാൽ ഓർക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് എന്തോ എനിക്ക് എന്റെ ഉച്ചാരണമൊക്കെ എനിക്ക് അത് വഴങ്ങുന്ന പോലെ തോന്നിയില്ല. ഞാൻ പിന്നെ അത് അവസാനിപ്പിച്ചു. പിന്നെ എനിക്ക് തോന്നി ഒരു പുതിയൊരു ഭാഷ പഠിക്കാനെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യം അന്നുണ്ടായി. പിന്നെ രാമചന്ദ്രൻ മാഷ് എന്ന് പറഞ്ഞ് അവരുടെ റിട്ടയർമെന്റ് കോവിഡ് സമയത്തായിരുന്നു. രാമചന്ദ്രൻ മാഷും കുഞ്ഞിക്കണാരൻ മാഷും നമ്മള് സ്വാഗത സംഘം കമ്മിറ്റി വെച്ചു, അത്രേ ഉണ്ടായുള്ളൂ. പിന്നെ ലോകം മുഴുവൻ ലോക്ക്ഡൌൺ ആയല്ലോ, ഒന്നും നടന്നില്ല. ആ ഒരു സംഘടന ഞങ്ങൾ കൊണ്ട് പിന്നീട് ഞങ്ങൾ ഒരു ചെറിയ ചടങ്ങ്, അന്ന് ആളുകൾക്ക് ഒത്തുകൂടാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു. അപ്പൊ ചെറിയൊരു ചടങ്ങ് സംഘടിപ്പിച്ച് അവരെ ആദരിച്ചു. അന്ന് അത്രയൊന്നും ഉണ്ടായുള്ളൂ. രാമേന്ദ്ര മാഷ് ഞങ്ങളുടെ ഒരു വിദ്യാലയത്തിന്റെ ഒരു എന്താ പറയുക ഒരു ഏട്ടൻ, അതായിരുന്നു ഞങ്ങൾക്ക് മാഷ് എല്ലാ കാര്യങ്ങളിലും. ഇപ്പൊ ഞങ്ങൾ ചുമതലകൾ വിഭജിക്കും. അപ്പൊ ചിലപ്പോൾ ചെറിയൊരു ഞാൻ ഏറ്റെടുത്താൽ ഞങ്ങൾക്ക് നന്നായി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു തോന്നലുള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു മടി കാണിച്ചാൽ അപ്പൊ ഒരു മാഷ കാര്യം വൃത്തിയായി ഒരു മടി കാണിക്കില്ല. ഏത് ചുമതല ഏറ്റെടുക്കാൻ മാഷ് തയ്യാറാണ്, മാഷത് ചെയ്യും. അതുപോലെ രക്ഷിതാക്കളുമായിട്ടുള്ള ബന്ധം, മാഷ് പ്രത്യേകിച്ച് ഇവിടെ കുറെ കാലം താമസിക്കുന്നത് കൊണ്ട് തന്നെ ഈ പരിസരത്തോട് ഇപ്പോഴും മാഷിനെ ആ ബന്ധം നിലനിർത്തി കൊണ്ടുപോകുന്നു എന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണ്. ഞാനൊന്നും ചിലപ്പോൾ അങ്ങനെ ആവില്ല, കാരണം എനിക്ക് പൊതുവെ ഫോൺ വിളിയൊക്കെ കുറവുള്ള ഒരാളാണ്. ഇപ്പോഴും രക്ഷിതാക്കളും കുട്ടികളൊക്കെ കാണുമ്പോൾ പറയും മാഷ് വിളിക്കാറുണ്ട് എന്നുള്ള. അതൊരു നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുപോലെ സുരേന്ദ്രൻ മാഷ് 2016 വരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം MLA PA ആയി ഇവിടുന്ന് റിലീവ് ചെയ്തു. അടുത്ത വർഷം ഇവിടെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവരോടൊക്കെ ഒപ്പം പ്രവർത്തിച്ച നല്ല നിമിഷങ്ങൾ ആണ് എൻ്റെ മനസ്സിലുള്ളത്. പിന്നെ എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ 2010 പ്രധാന അധ്യാപികയായിട്ട് ചുമതലയേറ്റത്. ആ സമയത്ത് ഉണ്ടായിരുന്ന PTA പ്രസിഡന്റ്, ആദ്യത്തെ PTA പ്രസിഡന്റ് കോയാക്കയായിരുന്നു. ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു കോയാക്ക. എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഒരു ഇത് പറയുമ്പോൾ ഇക്കാക്ക കോയാക്ക എന്ന് തന്നെയുള്ളതാണ്. സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രത്യേകിച്ച് അക്കാദമിക കാര്യങ്ങളൊക്കെ കോയാക്ക നല്ലതാണ്. അതായത് പിന്നോക്ക കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും അത്തരം എത്ര കുട്ടികളുണ്ടെന്ന് അന്വേഷിക്കുകയും അതൊക്കെ PTA കൂടുന്ന സമയത്ത് കോയാക്ക അന്വേഷിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഗഫൂർ മാഷായിരുന്നു. ഗഫൂർ മാഷ് ഇന്ന് ഇവിടെ വരേണ്ട ആളായിരുന്നു. മാഷൊരു എന്താ പറയുക നവോദയ സ്ഥാപനം കോളേജ് നിർത്തുന്ന ആളാണല്ലോ. അപ്പോ മാഷിന് ഇന്ന് കുട്ടികളെ ടൂർ കൊണ്ടുപോകുമായതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തിന്റെ ഹെഡാണ്. അപ്പൊ മാഷ് രാവിലെ എന്നെ വിളിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്, ടീച്ചർ എന്നോട് പൊക്കോ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു സ്ഥാപന മേധാവിയുടെ ഉത്തരവാദിത്വം ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു മാഷ് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാലും സാറില്ല, മാഷിന്റെ കാലഘട്ടത്തിൽ വലിയൊരു മാറ്റം നമ്മുടെ സ്കൂളിലുണ്ടായി, നിങ്ങൾക്കൊക്കെ അറിയാം. അതുവരെ നമ്മുടെ കുട്ടികൾ ബെഞ്ച് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഓഫീസ് റൂം മാത്രമേ വൈദ്യുതീകരിച്ചിരുന്നുള്ളൂ. അപ്പൊ മാഷിന്റെ സ്വന്തം റിസ്കിൽ മാഷിന്റെ ബന്ധങ്ങൾ വെച്ചുകൊണ്ട് ഫണ്ട് സമാഹരിച്ച് മാഷും വലിയൊരു പങ്കെടുത്തിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് എല്ലാ ക്ലാസ്സുകളിലേക്ക് എത്ര ഡെസ്കാണ് വേണ്ടത് എന്നാണ് ടീച്ചർ മാഷ് ഞങ്ങളോട് ചോദിച്ചത്. ആ എണ്ണം മാഷ് ഡെസ്ക് ഞങ്ങൾക്ക് തന്നു. അതുപോലെ എല്ലാ ക്ലാസ്സുകളും വൈദ്യുതീകരിച്ച് ഫാന് ലൈറ്റ് സെറ്റാക്കി തന്നു. മാഷിന്റെ കാലഘട്ടത്തിലാണ് ഞങ്ങൾക്കൊരു അഡ്രസ് സിസ്റ്റം. അന്ന് LP സ്കൂളുകളൊന്നും ഇല്ല, മൈക്കൊന്നുമില്ല. അപ്പൊ അതൊക്കെ നമുക്ക് ആദ്യം തന്നെ കിട്ടി. അത് ആ ഒരു കാലഘട്ടം ഞാൻ ഇവിടുത്തെ ഒരു ഭൗതിക സാഹചര്യം വലിയൊരു മുന്നേറ്റം ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു. കുട്ടികളെ മുട്ടുകുത്തിയിരുന്ന് എഴുതുന്നതൊക്കെ ഒരു പ്രയാസമുള്ള കാര്യമാണ്. അതാണ് മാഷ് പറഞ്ഞൊരു കാരണം. കുട്ടികൾ മുട്ടുകുത്തിയിരുന്ന് എഴുതുന്ന കണ്ടുകൊണ്ടുള്ള ഒരു പ്രയാസം കൊണ്ടാണ് മാഷ് അതിലേക്ക് ഇറങ്ങിയത് എന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു സംഭാവന സ്കൂളിൽ ചെയ്തിട്ടാണ് മാഷ് PTA പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് വിട പറഞ്ഞത്. പിന്നീട് ഇസ്മായിൽ, പിന്നെ ഹംസ, ജാനി, സാജന, ഇപ്പൊ മൂസീന, ഇവരൊക്കെ PTA കൂടാന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ടെൻഷനുള്ള കാര്യമില്ല. കാരണം എൻ്റെ സ്റ്റുഡൻസ് ആണ് കുറെ പേരൊക്കെ. PTA അംഗങ്ങളൊക്കെ മിക്കവാറും എൻ്റെ സ്റ്റുഡൻസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചവരാണ് എല്ലാ PTA പ്രസിഡന്റുമാരും.
ജാനിയുടെ കാലത്താണ്, നമ്മുടെ ജാനിയുടെ ഒരു നേതൃത്വത്തിൽ തന്നെയാണ് നമ്മൾ ഫിൽറ്റർ വെച്ചെന്ന് പറഞ്ഞാൽ ഫുള്ള് ബാത്റൂമിലടക്കം വെള്ളം അരിച്ചാണ്, വൃത്തിയുള്ള വെള്ളമാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. ഞാൻ ഇതിന് വലിയൊരു പങ്ക് ഞാൻ സമാഹരിച്ച് നമുക്ക് തന്നു. അതുപോലെ മാനേജ്മെന്റും നമ്മളും എല്ലാവരും കൂടി ചേർന്ന് ചെയ്തൊരു പ്രവർത്തനമാണിത്. പിന്നെ മുസ്ലിനെ കുറിച്ച് പറഞ്ഞാൽ മുസ്ലിനിക്ക് ഇപ്പോൾ വയ്യാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവേണ്ട ആളാണ്. അപ്പൊ ഈ പ്ലാറ്റിനം ജൂബിലി സ്മരണിക അതിന്റെ ആർട്ടിക്കിൾസ് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് മുസ്ലിനിക്ക്. ബാക്കി എൻ്റെ ടൈപ്പിങ്ങും അലൈൻമെന്റ് എല്ലാ കാര്യങ്ങളും മുസ്ലിനാണ് ചെയ്തത്. പ്രിന്റിങ്ങിന് മാത്രമാണ് പുറത്ത് കൊണ്ടുപോയിട്ടുള്ളൂ. അതൊന്നൊരു ചെറിയൊരു കാര്യമല്ല. അപ്പൊ മുസ്ലിനിക്ക് പ്രത്യേകം ആശംസകൾ ഞാൻ നേരെയാണ്. എല്ലാ മുസ്ലിനെ ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി പറഞ്ഞു, എല്ലാ പിന്നെ മുസ്ലിന്മാരും ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചവരാണ്. അതുപോലെ ഞങ്ങൾ ഇപ്പൊ അന്യനാട്ടിൽ നിന്ന് വന്നവരാണല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ കുടുംബങ്ങളൊന്നും ഇവിടെ ഇല്ല, ബന്ധക്കാരൊന്നുമില്ല ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് എപ്പോഴും ഞങ്ങൾ ആദ്യം കല്യാണം കഴിഞ്ഞ് ആദ്യം താമസിച്ചത് പുല്ലോണി എന്ന സ്ഥലത്തായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊരു കുഞ്ഞേന്തി മാപ്പിള എന്ന് പറഞ്ഞൊരു കാക്ക, അവരുടെ ആ കുടുംബം. ഇപ്പൊ ഞാൻ പ്രസവിച്ച് 3 മാസം കഴിഞ്ഞ് ലീവ് കഴിഞ്ഞ് സ്കൂളിലേക്ക് വരുമ്പോ ആ കുട്ടീനെ അവരെ ഏൽപ്പിച്ചിട്ട് പോകുന്നൊരു ദിവസമുണ്ട്, ആ കുട്ടീനെ നോക്കാൻ ആളെ കിട്ടാതെ. അപ്പൊ അത്രയും കരുതലുള്ള ആളുകളാണ് ഈ നമ്മുടെ ദേശത്ത്, നമ്മുടെ മലപ്പുറം ജില്ലക്കാർ എന്നുള്ളതാണ്. അതിനുശേഷം ഞങ്ങൾ ഇവിടെ സ്കൂളിന്റെ അടുത്തേക്ക് താമസം മാറ്റി. അവിടെ ഉണ്ടാവും ഞങ്ങൾക്ക് 2 കുടുംബങ്ങൾ, ഞങ്ങളുടെ സ്വന്തം കാര്യം പോലെ, സ്വന്തം കുടുംബം പോലെ തന്നെ എന്ന് പറയാം. അരീക്കാട്ടെ ഉണ്ണിയേട്ടനും അരീക്കാട്ടെ കുമാരേട്ടനും. ആ 2 വീടുകളിലും നടന്നാണ് ഞങ്ങളുടെ കുട്ടികൾ വളർന്നത്. കുട്ടികൾ നോക്കാൻ ആളുണ്ട് എങ്കിൽ പോലും കുട്ടികളായിട്ട് അവരടുത്തേക്ക് പോകും. അവിടെ തന്നെയായിരുന്നു ഞങ്ങളുടെ മക്കള് ഉണ്ടായിരുന്നത്. അതുപോലെ കുട്ടികളെ നോക്കാൻ ആളെ കിട്ടാൻ വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പാടുപടിക്കല് ഒക്കെ ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്, എനിക്കത് മറക്കാൻ പറ്റില്ല. യശോദ, മല്ലിക, പിന്നെ ഒരു ലക്ഷ്മി എടുത്തി വന്ന് കുട്ടിയെ നോക്കാൻ. പിന്നീട് ഒരാളെ കിട്ടാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ മാളിയേക്കര വേലായി വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചുകൊണ്ടുപോയി, പക്ഷെ വരും ഞാൻ ആളെ ഏർപ്പാടാക്കി തരാം എന്ന് പറഞ്ഞ് വേലായിയുടെ അമ്മേനെ കൊച്ചിയമ്മായി എന്ന് എല്ലാവരും പറയും, കൊച്ചിയമ്മായി. അങ്ങനെ ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ എന്താ പറയാ അടുത്ത് നിൽക്കുന്ന, അവരുടെയൊക്കെ സഹായത്തോടെയാണ് നമ്മൾ ഇത്ര എത്തിയത്. അതുപോലെ ഞങ്ങളുടെ PTA ആയിഷ സനീറ ഈ വർഷം അവര് 75ാം വാർഷികമാണ്. അപ്പോൾ യാത്രയ്ക്ക് ഒക്കെ കൂടെയാണ്. അപ്പം നല്ല വിപുലമായ പരിപാടികൾക്ക് ഒരു കുറവും വരരുത്, കളർഫുൾ ആകണം എന്ന് പറഞ്ഞ് അവര് നേതൃത്വം കൊടുത്തുകൊണ്ട് കുട്ടികളെ സ്കൂളിൽ നിന്ന് വൈകുന്നേരം കൊണ്ടുപോയി പ്രോഗ്രാമുകൾ പഠിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അവർ കുറച്ച് പരിപാടിയൊക്കെ ഇന്നലെ കയറി, ഇന്ന് ബാക്കി പരിപാടികളുണ്ട്. അവരെ ഞാൻ പ്രത്യേകം ഓർക്കുവാണ്. പിന്നെ നമ്മുടെ PTA അംഗങ്ങൾ തന്നെയാണ് നമുക്ക് ഇപ്പോൾ 2-3 കൊല്ലമായിട്ട് ഡാൻസ് പഠിപ്പിക്കുന്നത്. അവര് ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ അറിയാത്ത എൻ്റെ അടക്കം ഡാൻസ് പഠിപ്പിച്ച് ഇന്നലെ ഞങ്ങളൊരു തിരുവാതിര കളിച്ചു, ഇനിയൊരു ഒപ്പനയൊക്കെ ഉണ്ട്. അതിനൊക്കെ ഞങ്ങളെ പ്രാപ്തരാക്കി. അവരെ ഞാൻ സ്നേഹപൂർവ്വം ഓർക്കുവാണ്. അപ്പൊ എന്തുതന്നെയായാലും പ്രിയ ഞങ്ങളെപ്പോഴും അടിയടി കൂടിയാട്ടോ. എന്നെ അവര് സിറ്റിയിൽ വിളിക്കും, ഞാൻ അവരെ വിളിക്കും, അങ്ങനെ തന്നെയാണ്. പ്രിയ എന്നോട് പറഞ്ഞതുപോലെ തന്നെ ഇനി എപ്പോഴും ഉണ്ടാവും. എനിക്ക് സ്കൂളിൽ നിന്ന് പോവാന്ന് പറഞ്ഞത് അങ്ങനെ. ഇപ്പൊ ഈ ഞങ്ങളുടെ യാത്രയിപ്പോ ചടങ്ങിൽ ഇപ്പൊ ഞാനല്ലല്ലോ നേതൃത്വം കൊടുക്കുന്നത്, ഇവരാണല്ലോ. അപ്പൊ ഇവർ ആദ്യത്തെ മീറ്റിംഗ് കൂടിയ സമയത്ത് എനിക്കിങ്ങനെ പോകാൻ തോന്നുന്നില്ല. കാരണം ഈ എത്രമായത് മുതലേ ഞാനിങ്ങനെ ഓരോ മീറ്റിങ്ങിന് നേതൃത്വം കൊടുത്തിങ്ങനെ പോകണമെന്നല്ലേ. അപ്പൊ സ്കൂൾ വിട്ടതിന് ശേഷം ഇവരിയ്ക്കുമ്പോ എനിക്ക് വീട്ടിൽ പോകാൻ തോന്നുന്നില്ല. അങ്ങനെയായിരുന്നു ആദ്യം. അപ്പൊ ആ ഒരു രീതിയില് ഇവരോട്ട് എപ്പോഴും ഒരു അടുത്ത ബന്ധമാണ്. അപ്പൊ ഞങ്ങള് ഈ ഒപ്പന തിരുവാതിരയൊക്കെ പ്രാക്ടീസ് എന്നും വൈകുന്നേരം ഉണ്ടാവും, എന്നും വൈകിയാണ് വീട്ടിൽ ചെല്ലുന്നത്. ആ പ്രാക്ടീസിൽ ഞാൻ ഒന്ന് കാണുന്നത് ഇവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. അതിലൊരുപാട് സന്തോഷകരമായ നിമിഷങ്ങൾ വരും, ഒരുപാട് കോമഡികളൊക്കെ വരുമ്പോൾ ഞങ്ങൾ തിരിച്ച് വളരെ സന്തോഷകരമായ പ്രാക്ടീസൊക്കെ ചെയ്ത് അങ്ങനെ പോവുകയാണ്. അപ്പൊ ഇനിയും എൻ്റെ ഈ വിദ്യാലയത്തിലേക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും, ഓഫീസ് വർക്കായാലും എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ ഞാൻ ഓടിയെത്തും. മലപ്പുറം ജില്ലയിലെ ഒരു പ്രത്യേകത, ഇപ്പോൾ ബാബുരാജ് സാർ പറഞ്ഞൊരു അനുഭവം തന്നെ എനിക്കുണ്ടായി. ഞാൻ കമലേച്ചിയുടെ വീട്ടിൽ, ഞങ്ങളുടെ കുക്ക് കമലേച്ചിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ വേറൊരു വഴി കോൺക്രീറ്റ് ചെയ്ത് വേറൊരു വഴി കൂടെ പോകുമ്പോൾ ഞാൻ പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് എവിടുന്ന് അതൊരു ഇടത്തും കിട്ടില്ല. അപ്പോൾ ഒരു സൈക്കിളിൽ ഞങ്ങളുടെ ഒരു പേരന്റ് വരുന്നുണ്ട് സൈക്കിളിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു കമലേച്ചിയുടെ വീട്ടിലേക്ക് എങ്ങനെ ഈ വഴി പോയാൽ മതിയോ? പുള്ളി വേഗം സൈക്കിള് തിരിച്ച് എൻ്റെ മുന്നിൽ കൊണ്ടുപോയി കമലേച്ചിന്റെ വീട്ടിൽ കൊണ്ടുപോയി എന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും കാണിച്ചു തന്നിട്ടാണ് അദ്ദേഹം തിരിച്ചു പോയത്. അപ്പൊ ഞങ്ങളുടെയൊക്കെ നാട്ടിലാണെങ്കിൽ
വഴി ചോദിച്ചാൽ അങ്ങനെ പോയാൽ വളവ് കഴിഞ്ഞ് അങ്ങനെ പൊക്കൾ അത്രേ പറയുള്ളൂ. അപ്പോൾ അതൊരു മലപ്പുറം ജില്ലയുടെ ഒരു പ്രത്യേകതയാണിത്. ഞാൻ വീഡിയോയിൽ പറഞ്ഞു തന്നെ അതാണ് ഇവിടുത്തെ സ്നേഹവും കരുതലും. അതുപോലെ ആതിഥ്യ മര്യാദ അത് ഭയങ്കരമാണ്. ഒരു വീട്ടിൽ ചെന്നാൽ പോലും ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ വെള്ളം കുടിക്കാതെ പോകാൻ അവർ സമ്മതിക്കില്ല. ആ ഒരു മര്യാദ, പിന്നെ അധ്യാപകരോടുള്ള ബഹുമാനം. ഇന്നലെ ഇപ്പം എത്രയാ കുട്ടികൾ ഞങ്ങളെ വന്ന് കണ്ട ടീച്ചർ പോകുക, ഞങ്ങൾ 3 പേര് ഇപ്പോൾ പോവുകയാണല്ലോ എന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ ബഹുമാനമുള്ള സ്നേഹമുള്ള എൻ്റെ മക്കൾ. പിന്നെ ഞങ്ങളുടെ അധ്യാപകർ ഇനി ഞങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ വരാനുള്ളവരും അവരിപ്പോൾ ഞങ്ങളോടൊപ്പം ഡെയിലി വേജായിട്ടൊക്കെ പ്രവർത്തിച്ച് ഞങ്ങൾ പഠിത്ത കൂട്ടുകാരായത് തന്നെയാണ്. ഞങ്ങളുടെ തന്ത വൈബും അവരുടെ ന്യൂജൻ വൈബും കൂടി സമ്മേളിച്ചുകൊണ്ടാണ് ഞങ്ങളപ്പോൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ടൂർ പോകുമ്പോൾ റീൽസ് എടുക്കാൻ അവർ ഞങ്ങൾക്ക് സ്റ്റെപ്പ് കാണിച്ചു തരും. എന്നിട്ട് ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളൊക്കെ സ്റ്റെപ്പ് ഇട്ട് അങ്ങനെയൊക്കെ എല്ലാം ആസ്വദിച്ച് തന്നെയാണ് ഞാൻ ഈ പ്രധാന അധ്യാപിക എന്നുള്ളത് ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട ഒരു കസേരയാണെങ്കിൽ കൂടി ഈ സ്കൂളിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും എൻ്റെ സഹപ്രവർത്തകരായിക്കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഉള്ള ഒരു ചെറിയൊരു പ്രയാസം അത്രേ ഉള്ളൂ. അപ്പോൾ ഇവർ ഞങ്ങളെ ചേർത്ത് വിട്ടു. ഇപ്പം എത്രയാ ഈ വാർഷിക ആഘോഷം യാത്രയപ്പ് സമ്മേളനം നടത്താൻ വേണ്ടി ഇവര് കുറേ നാളുകളായിട്ട് ഇങ്ങനെ കഠിനാധ്വാനാണ്. വൈകുന്നേരം 4:30ക്ക് ശേഷം ഫണ്ട് വയ്ക്കാൻ പോകില്ല. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു ചെറിയൊരു വിഷമമാണ്. നമുക്കവിടെ വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഒരു ചെറിയൊരു പ്രയാസമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനത് പറയും, ഇത്രയും നിങ്ങൾ കഷ്ടപ്പെട്ട് അങ്ങനെ ഭയങ്കര പരിപാടിക്കൊന്നും ആക്കിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ അങ്ങനെ പറയും. അപ്പം എന്തുതന്നെയായാലും ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് ഞങ്ങൾ പോകുന്നില്ല. ഇനി എൻ്റെ ഒരു വ്യക്തിപരമായ കാര്യങ്ങൾ കൂടി പറയാം. ഞാൻ കുത്താട്ടുകുളം, എറണാകുളം ജില്ലയിലെ കുത്താട്ടുകുളം സ്വദേശിയാണ്. ഞാനും ബിന്ദു ഒരേ നാട്ടുകാരിയാണ്. എൻ്റെ കല്യാണം കഴിച്ചിരിക്കുന്നത് വയനാട് ജില്ലയിലെ പുൽപ്പള്ളി എന്ന സ്ഥലത്താണ്. ഈ പുൽപ്പള്ളി പറഞ്ഞ പോലെ അന്നത്തെ ഒരു മലപ്പുറം ജില്ലയായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് പുൽപ്പള്ളി ഏരിയയിൽ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് സെറ്റിലായി. 2 ആൺകുട്ടികൾ, മൂത്ത ആളുടെ ഭാര്യ അടക്കം 3 കുട്ടികളുണ്ട്. മൂത്ത ആള് 2 പേരും നമ്മുടെ സ്കൂളിൽ പഠിച്ചവരാണ്. ഓർത്തോപീഡിഷ്യനാണ് മൂത്ത ആള്. അവൻ്റെ വൈഫ് യൂറോളജി ആണ്. ചെറിയ ആള് ടീച്ചറാണ്. അങ്ങനെ സന്തുഷ്ട കുടുംബമായിട്ട് പോകുന്നു. അപ്പോൾ എല്ലാവരെയും ഓർക്കും, എല്ലാവരെയും മിസ് ചെയ്യും. എല്ലാവർക്കും സ്നേഹം മാത്രം നൽകിക്കൊണ്ട് നിർത്തുന്നു.